ഒടുവിൽ രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു സംശയം, അവിടെ ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുമല്ലോ. സംശയം വേണ്ട, ഉപേക്ഷിക്കും. റായ്ബറേലിയിലെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിക്കാനിരിക്കെയാണ് കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വ്യാഴാഴ്ച ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വന്നത്. ഇത്തവണ മത്സരത്തിന് ഇല്ലെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അറിയിച്ചു. BJP സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് ആയിരിക്കും റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ എതിരാളി. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ദിനേശ് പ്രതാപ് സിംഗിനെ സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയിരുന്നു. ഗാന്ധി കുടുംബം മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലമായ അമേഠിയിൽ മത്സരിക്കുന്ന കിഷാരിലാൽ ശർമ്മ രാഹുലിൻ്റെ അടുത്ത അനുയായിയാണ്. 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയോട് രാഹുൽ തോറ്റു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ സോണിയാഗാന്ധിയും ഒപ്പമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അമേഠിയിൽ മത്സരിക്കുന്ന കിഷാരിലാൽ ശർമ്മയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ രാഹുൽ ഗാന്ധി കേരളം ഉപേക്ഷിക്കുകയാണ്. ഇത് രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. റായ്ബറേലിയിൽ വിജയിച്ചാൽ മാത്രമാണ് വയനാട്ടുകാരെ ഉപേക്ഷിക്കുന്നത്. അവിടെ തോറ്റാൽ പാർലമെൻറ്റിൽ പോകണമെങ്കിൽ വയനാട്ടുകാരെ വേണം. ഭാവി പ്രധാനമന്ത്രിയല്ലേ, വല്ലതും മിണ്ടാൻ പറ്റുമോ? ഏതായാലും അമേഠിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവിടെ രക്ഷയില്ലെന്ന് മനസ്സിലായി. സ്മൃതി ഇറാനി അവിടെയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ വിവരമറിയും. ഏതായാലും കാത്തിരിക്കാം ജൂൺ 4 വരെ.